നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോസ്റ്റൽ ബാലറ്റുകൾ ലഭ്യമായില്ലെന്ന ഹർജിയിൽ മറുപടി നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹർജിക്കാരിൽ 2 പേർ കൃത്യമായി ഫോമുകൾ നൽകിയില്ല. ഒരാൾ പോസ്റ്റൽ ബാലറ്റ് കൈപ്പറ്റാൻ എത്തിയില്ല. ഇനി പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷം, 3ഓളം ഹർജികളാണ്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉള്ളതിനാൽ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോസ്റ്റൽ ബാലറ്റിനെ സമീപിച്ചെങ്കിലും ആ ബാലറ്റ് ലഭ്യമായില്ല എന്ന് ചൂണ്ടിക്കാണിച്ച് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. അതിനാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടുള്ളത്. ഹർജിക്കാരിൽ 2 പേർ നൽകിയ ഫോം അത് ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നു. ഒരാൾ ഫോം 12 കൃത്യമായി പൂരിപ്പിച്ച് നൽകില്ല. മറ്റൊരാൾ ഫോം നൽകിയത് തന്നെ പൂർണ്ണമായും തെറ്റായിരുന്നു. ഒരാൾക്ക് ബാലറ്റ് അനുവദിച്ചിരുന്നു, പക്ഷേ അത് അയാൾ കൈപ്പറ്റാൻ എത്തിയില്ല. ഈ 3 വിശദീകരണങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇവർക്ക് ബാലറ്റ് അനുവദിക്കുന്നതിൽ സാങ്കേതികമായി തടസ്സമുണ്ട്. പ്രത്യേകിച്ച് സ്ട്രോങ് റൂം അടക്കം പൂട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവർക്ക് വേണ്ടി മാത്രം ഇത് നൽകി കഴിഞ്ഞാൽ അത് ഇലക്ഷൻ പ്രോസസ്സിനെ ഒന്നാകെ ബാധിക്കും തുടങ്ങിയ മറുപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ഹർജി 24-ാം തീയതി വീണ്ടും പരിഗണിക്കും. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.